വെൽക്കം ടു മൈ നട്ടപ്പാതിര വ്ളോഗ്. ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ നെഗറ്റീവ് ഒളി റിസ്വാൻ. സൗദിയിലെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണിത്. എത്രത്തോളം സക്സസ് ആവുന്ന യാതൊരു ഉറപ്പില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ 12:30 മണിക്ക് ശേഷമാണ്. അപ്പൊ ഇവര് പറഞ്ഞ് ഇന്ന് വീഡിയോയുടെ ഇൻട്രോ അവര് പറഞ്ഞോളാണ്. അപ്പം ഇനിയൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഷറഫിയിലേക്കാണ്. സമയം രാത്രി 1 മണി ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഒന്നുമില്ല. ഷറഫിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്ലാന് ഫുഡ് അടിയാണ്. നട്ടപ്പാതിരക്ക് ഷറഫി എക്സ്പ്ലോർ ചെയ്യാൻ വന്ന യുവാക്കൾ കണ്ടാൽ നിങ്ങൾ നെട്ടും. എല്ലാരും കടകൂട്ടി പെരെ പോയി. എന്തോ ഞങ്ങളെ ഭാഗ്യത്തിന് ഇത് മാത്രം തുറന്നെടുക്കുന്നത്. അതുകൊണ്ട് കണ്ടപ്പോ എന്റെ മുഖത്തൊരു പെരുന്നാൾ പലി വേനി. മറ്റൊരു എന്തെങ്കിലും പറഞ്ഞ സമാധാനം. പക്ഷെ ഈ ജന്തു ഫുഡ് കിട്ടില്ല, ഇന്നെ പിടിച്ച് തിന്നോന്. 3 ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയത് ആകെ ഒരു ബീഫ് ബിരിയാണി, പിന്നെ 2 ചിക്കൻ മന്തി. ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നു, പക്ഷെ ചിക്കൻ മന്തി പോയി. പിന്നെ എന്തെങ്കിലും കിട്ടില്ല ഈ സമയത്ത്. അങ്ങനെ ഫുഡ് അടിച്ച് നട്ടതിരിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയത് തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററിലേക്ക്. ഇതാണ് ടൗൺ സ്ക്വയറിലുള്ള വോക്സ് തിയേറ്റർ. ഇന്നത്തെ ട്രിപ്പിന്റെ ഫുൾ ചെലവ് നമ്മളെ റിസ്വാന്റെ വകയാണ്. പക്ഷെ റൂമിലെത്തി കഴിഞ്ഞാലോ ഷെയർ കുത്തിന് പിടിച്ചു പോകും. അങ്ങനെ 2:30ക്കുള്ള ഷോക്ക് ഞങ്ങൾ 1:30 ഞങ്ങൾ തിയേറ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഷോ തുടങ്ങാൻ ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ അവിടെ മൊത്തത്തിലൊന്ന് കറങ്ങിയടിച്ച് ഈ ഗെയിം ഷോകളൊക്കെ തൊള്ളിയും കടിക്കാൻ നോക്കുന്നത്. അപ്പം ഈ ചങ്ങായി ഒറ്റയ്ക്ക് അടി കൊടുക്കുന്നു. അടിക്കാൻ ഒരാളും കിട്ടാത്തതുകൊണ്ട് അവിടെയുള്ള കുറ്റി പറിച്ചിട്ടാണ് അടിച്ചത്. ഈന്റെ അടുക്ക് നമ്മളെ കൂടെ വന്ന ചക്കരെ കാണാനില്ല. അപ്പണ്ട് പിന്നെ പൊരുന്തി കിടക്കുന്ന കോഴിക്കള് മുട്ടടാൻ വേണ്ടിട്ട് സ്ഥലം തപ്പണ മാതിരിയാണ് ടോയ്ലറ്റ് തപ്പി നടക്കുന്നത്. അത് കണ്ടുപിടിച്ചപ്പോ മറ്റേ മുഖത്തൊരു ഓണമമ്പർ അടിച്ച ഫീൽ ആയിരുന്നു. ഇനി കുറച്ച് റീൽസ് മേക്കിംഗ് ബിഹൈൻഡ് ദി സീൻസ് കാണിക്കാം. ഇങ്ങോട്ടോട്ടെ ബാക്കിൽ ബാങ്കോവും മുന്നിൽ മയാമേണ്ട് പെണ്ണുങ്ങളെ കളിയാക്കുന്ന അധികം സഹിക്കേണ്ടി വന്നില്ല. അപ്പൊ നമ്മൾ ഷോ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ പോലെ നമ്മൾ ഏതാ പടം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ കാണാൻ വന്ന പടത്തിന്റെ പേരാണ് വാഴ 2. സത്യം പറഞ്ഞാൽ ഇപ്പൊ റീൽസ് പറഞ്ഞു കഴിഞ്ഞാല് വാഴ തട്ടിട്ട് നടക്കാൻ വയ്യ. ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് പക്ക എന്റർടൈനിങ് മൂവി. പിന്നെ വാഴ കണ്ട് ഇറങ്ങുന്ന എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് കരഞ്ഞീനിയോ. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞു. പ്രവാസികൾക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരുപാട് കോമഡികളും ഇമോഷൻസും കുത്തി നിറച്ചൊരു ഫാമിലി പാക്ക്. പടം കഴിഞ്ഞിട്ടും ഇവിടെ ഒരാൾക്ക് ഹാങ് ഔട്ട് വിട്ടിട്ടില്ല. അവിടുന്ന് നേരെ പോയത് വാഷ്റൂമിലേക്കാണ്. കാരണം കരഞ്ഞതാരും കാണാൻ പാടില്ല. പുറത്തിറങ്ങി നോക്കിയപ്പം സമയം നേരം എടുത്തിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ടാക്സി ഒന്നും കിട്ടുന്നില്ല. അപ്പം ക്യാബ് ബുക്ക് ചെയ്തു. പോകുന്ന വഴിക്ക് ഒന്ന് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും ചായയും കൂടി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഫോളോ ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.